ആളിൽ നിന്ന് ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ് സൂര്യഗായത്രി. സെക്രട്ടേറിയറ്റിന്റെ ഈ രണ്ട് വശത്തൂടെയും ആളുകൾ VSനെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ക്യൂ കാണാം. റോഡിലേക്ക് കിടക്കുകയാണ് ആ നിര എന്ന് പറയുന്നത്. അവസാനമായിട്ട് VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എവിടെ നേട്ടാ? നെടുമങ്ങാടെന്ന്. VSനെ മുന്നേ കണ്ടിട്ടുണ്ടോ? VSനെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പൊതുയോഗങ്ങളിലും അല്ലാതെ പാർട്ടി കമ്മിറ്റികളിലും കണ്ടിട്ടുണ്ട്. പാർട്ടി അനുഭാവിയാണോ? അതെ, ഞാൻ പാർട്ടി ബ്രാഞ്ച് മെമ്പറാണ്. അതെ, അവസാനമായിട്ട് VSനെ കാണാമെന്നതാണ്. എന്തെങ്കിലും ഓർമ്മയുണ്ടോ VSന്റെ കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ പറയത്തൊക്കെ ഈ ഒരു നഷ്ടം തന്നെ, പിന്നെ തീരെ നഷ്ടമാണ്. ഞാനും നെടുമങ്ങാടുന്ന. എല്ലാവരും നെടുമങ്ങാട്. ഒരു സ്ഥിരാനിഷ്ടാണ്. നിറഞ്ഞ കണ്ണുകളോടെയാണ് പലരും VSനെ വന്ന് കണ്ടു പോകുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അമ്മ എവിടെ നിന്നാ? ജഗതി VSനെ അവസാനമായിട്ട് കാണാമെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എന്തെങ്കിലും ഓർമ്മയുണ്ടോ VSനെ? ഞങ്ങൾ പാർട്ടിയുടെ സംശയത്തിനായ നേതാവല്ലേ. VSന്റെ നഷ്ടത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നഷ്ടം കാലം പുതിയ നേതാക്കന്മാരെ സൃഷ്ടിക്കും. VSന്റെ വിടവ് നികത്താൻ കഴിയും. പാർട്ടിയല്ലേ പ്രധാനം. പാർട്ടിയല്ലേ VSനെ വലുതാക്കിയത്. VS പാർട്ടിയും വലുതാക്കി. അങ്ങനെയാ VSന്റെ ഈ പോരാട്ടമൊക്കെ. പോരാട്ടം VS അല്ലെങ്കിലും പാർട്ടിയാണ് പോരാട്ടം നയിച്ചത്. പാർട്ടിയാണ് പോരാട്ടം നടത്തിയത്. ഈ സമരത്തിന്റെ പല ഘട്ടത്തിലും പാർട്ടി VSന് എതിരെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് പാർട്ടിക്കെതിരായിട്ട് VSനെതിരെ വന്നപ്പോൾ VS ആ കുറ്റം ബോധ്യപ്പെട്ടു. എന്നിട്ട് പാർട്ടി വിട്ടു പോയില്ല. അതാണ് VS. പാർട്ടിക്കെതിരെ നടപടിയെടുക്കും. അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നടപടി. അടുത്തുന്ന എങ്ങനെയാ VSന്റെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഒരിക്കൽ മാത്രം കണ്ടിട്ടുണ്ട്. ഒരു ജനകീയ നേതാവിനെ നഷ്ടപ്പെട്ടു. VSനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? തീരെ ദുഃഖമുണ്ട്. ഇതുവരെ നേതാവിനൊന്നും കേരളത്തിൽ കിട്ടൂല. പാർട്ടി അനുഭാവിയാണോ? പാർട്ടി അനുഭവം പേരുകട വഴയില. എന്താ VSന്റെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ? ഉണ്ട്. VS നല്ല പോരാളിയല്ലേ. VS വനിതകൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നല്ലൊരു പോരാളിയാണ്. നമ്മളൊരു വിപ്ലവ സൂര്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ചരിത്ര പുരുഷനാണ്. നികത്താൻ കഴിയില്ല. ഇല്ല, കഴിയില്ല. സ്ത്രീപക്ഷത്ത് നിന്നൊരു നേതാവായിരുന്നു VS. അതെ, അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടവും. അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു നാഥൻ എന്ന രീതിയിൽ പ്രവർത്തിച്ചൊരു നേതാവായിരുന്നു VS. അപ്പം ഞങ്ങളെപ്പോലുള്ള സ്ത്രീജനങ്ങളെ അപേക്ഷിച്ച് VS എന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേതാവായിരുന്നു. ആക്രമിക്കപ്പെട്ട എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയും അതിൻ്റെ എന്താണോ ശരി എന്ന ആ ശരിപക്ഷത്ത് നിന്ന് വാദിച്ച നേതാവായിരുന്നു VS. അപ്പോൾ അവസാനമായിട്ടൊന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ടായി. പാർട്ടി പ്രവർത്തകയാണ്. പാർട്ടി പ്രവർത്തകയല്ല, വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ടെന്ന് വിശ്വസിക്കുന്നു. VSനെ കാണാൻ വേണ്ടി വന്നു. അതെ, ഞാൻ ഒരു ഡിഗ്രിക്ക് കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പം അവസാനമായിട്ട് കാണാൻ വന്നതാ. ഹലോ. VSനെ കാണാൻ വന്നത്. അതെ, VS എന്നും നമുക്കൊരു ആവേശമാണ്. എന്നും നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാകും VSന്റെ ചിന്ന ഓർമ്മകളല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള എല്ലാ അർത്ഥത്തിലും തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു VS. കേരളം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തനും പ്രഗത്ഭനുമായ പ്രതിപക്ഷ നേതാവ്. അതിന്റെ പ്രവർത്തനത്തിന്റെ പ്ലാച്ചിമടയിലെയും ഇവിടെ മതികെട്ടാമലയിലും ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് ഈ 10ാം വർഷത്തിലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരാനുള്ള അടിത്തറയെന്നാണ് എൻ്റെ ശക്തമായ വിശ്വാസം. ഇതുപോലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇനിയില്ല. നിരാശയുണ്ട്, ഭയങ്കരമായ നിരാശയുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ VSനെ പോലൊരു നേതാവിനെ മിസ് ചെയ്യുന്നുണ്ടോ? അഭാവം. തീർച്ചയായിട്ടും VSന് പകരം VS മാത്രമേ ഉള്ളൂ. VSനെ പോലെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ ഇനി കണ്ടെത്തണമെങ്കിൽ ഇനി ഉണ്ടാവണം. ഇതുവരെ ഇല്ല. ആസ് ഇറ്റ് ഈസ് അവസാനത്തെ കണ്ണി ആണ് VS എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭയങ്കരമായ സങ്കടമുണ്ട്, വിഷമുണ്ട്. ഞാൻ അഡ്വക്കേറ്റാ. ഞാൻ ഇവിടെ മഞ്ചേരി. എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വേറെ തീരാ നഷ്ടം തന്നെയാണ് നമുക്ക്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. മാതൃകയാക്കി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നു?
അല്ല, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമല്ലോ. അത് നമ്മൾ മാതൃകയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഞാനിവിടെ കഴക്കൂട്ടുന്നതാണ്. ഇവിടെ നമ്മൾ അടുത്തുനിന്ന് മുതൽ നെടുമങ്ങാടുന്ന് വരെയുള്ള ആൾക്കാർ VS-നെ വന്ന് കണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആലപ്പുഴയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് പൊതുജനത്തിന് അദ്ദേഹത്തെ കണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ പൊതുദർശനം 2 മണിക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ അതിനുള്ളിൽ തന്നെ പൊതുദർശനം കണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യം നമുക്ക് സംശയമാണ്. കാരണം നമുക്ക് കാണാം, ഈ നിര അങ്ങ് റോഡ് വരെ കിടക്കുകയാണ്. അത് അപ്പുറത്തും ഇപ്പുറത്തും 2 വഴികളിലൂടെ ആയിട്ടാണ് ഈ ആളുകളെ പൊതുദർശനത്തിനായിട്ട് കയറ്റിവിടുന്നത്. അതുകൊണ്ട് ഇത് എപ്പോൾ അവസാനിക്കും, അപ്പോൾ മാത്രമേ ദർബാർ ഹാളിലെ പൊതുദർശനം അവസാനിപ്പിച്ച് വിലാപയാത്ര ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ചേട്ടൻ എവിടെ എന്താ? നമ്മുടെ ഇതിന്റെ PF പെൻഷൻ അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെതായിട്ട് നമ്മുടെ റീത്ത് സമർപ്പിക്കാൻ വന്നതാണ്. നമ്മുടെ പല പരിപാടികളും ഉദ്ഘാടനത്തിനൊക്കെ പണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കെൽട്രോണിലെ ആൾക്കാരാണ് കൂടുതലുള്ളത്. കെൽട്രോണിലെയും പല അടിയന്തര ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് എടുത്തു പറയാനുള്ളത്, ഈ കെൽട്രോൺ പോലെ വ്യവസായികമായ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ ഈ ബിൽഗേറ്റ്സിന്റെ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചുകൊണ്ടത്. എന്ന് വെച്ചാൽ ഈ വിൻഡോസ്, ആ വിൻഡോസിന് 2008-2009 കാലഘട്ടത്തിൽ മാറ്റിയിട്ട് ലിനക്സിന്റെ ഉബുണ്ടു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത്, ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത് ഇതാണ്. അതൊരു വിപ്ലവകരമായ മാറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ. എന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത് ബിൽഗേറ്റ് ആ ഒരു വിൻഡോസിന് 3000 റുപ്പീസ് അന്ന് വിലയുണ്ട്. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇപ്പോൾ സെക്രട്ടറിയേറ്റിൽ മൊത്തം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഉബുണ്ടു സോഫ്റ്റ്വെയർ ആണ്. സ്കൂളുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ എല്ലാത്തിലും ലിനക്സ് ആക്കി. അതിന്റെ ഒരു വിപ്ലവ മാറ്റവും ആ പൈറേറ്റ് സോഫ്റ്റ്വെയർ വിൻഡോസ് ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നും തൊഴിലിടത്ത് മാറ്റം ഉണ്ടാക്കിയത് VS ആണ്. അല്ല, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര മാറ്റമാണ്. കാരണം ഈ വിൻഡോസ് എന്ന് പറയുന്നത് 3000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അത് ഉപയോഗിച്ചേ പറ്റൂ. കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഈ പാർട്ടിക്ക് അതീതമായിട്ട്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതേപോലെ ഒരു നേതാവ് ഈ കമ്മ്യൂണിസ്റ്റിൽ ഇനി എണ്ണപ്പെട്ടവരേ ഉള്ളൂ. അതിൽ ഇത് ഉണ്ടായിരുന്നതിൽ ഏറ്റവും ഒരു അനിഷേധീയ നേതാവായിരുന്നു അദ്ദേഹം പറഞ്ഞു. VS-നെ പറ്റിയിട്ട് അനവധി കാര്യങ്ങൾ നമ്മൾ ചെറുപ്പസമയം മുതലേ കേട്ട് വന്ന് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ച് വെക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരൻ്റെ വാക്കുകൾ ചെവി കൊടുക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരു ഭരണാധികാരിയും കൂടിയായിരുന്നു. ആ ഒരു സമത്വം, ആ രീതിക്ക് വേണ്ടി, തുല്യനീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളായിരുന്നു. അതൊരു നഷ്ടം തന്നെയാണ്. അതുതന്നെയാണ് സാധാരണക്കാരന്റെ ശബ്ദമായി മാറിയ VS-നെ കാണാൻ അതിസാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ദർബാർ ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവസാനത്തെ ആളെയും VS-നെ കാണിച്ചിട്ട് മാത്രമേ ദർബാർ ഹാളിലെ പൊതുദർശനം അവസാനിപ്പിക്കൂ എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയിലാണ് 2 മണിക്ക് തന്നെ ദർബാർ ഹാളിലെ പൊതുദർശനം അവസാനിപ്പിക്കൂ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ ഓരോരുത്തരും VS-നെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടി വരുന്നതാണ്. എവിടെന്നാ? ഞാൻ എയർപോർട്ടിലെ ഫയർ ചീഫായിരുന്നു. 10 വയസ്സിൽ എന്നെ ആദ്യമായിട്ട് സഹായം വിളിച്ച VS അച്യുതാനന്ദനാണ്. അങ്ങനെ ഒളിവിൽ കൊണ്ട് പാർപ്പിച്ച കാഞ്ഞിരപ്പള്ളി സെന്റ് തോമസ് കോളേജിൻ്റെ അടുത്ത് 5 എസ്റ്റേറ്റിൽ. അത് പലപ്പോഴും ഞാൻ പാർട്ടി മെമ്പറായിരുന്നു, എയർപോർട്ടിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, ഫയറിൻ്റെ ചീഫായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ആൾക്കാരില്ലായതുകൊണ്ട് പഴയ ഒരു സഹാവാണ്. അന്ന് ഞാൻ കാണുമ്പോൾ കുടവയറൊക്കെ ഉണ്ട്, വെള്ളയിട്ടുണ്ട്, ഒരു കാലും കുടയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് സഹാവായിട്ട് മീറ്റിംഗ് വരെ കൂടിയിട്ടുണ്ട്. എയർപോർട്ട് യൂണിറ്റിലൊക്കെ കൂടിയിട്ടുണ്ട്. അവസാനമായിട്ട് കാണാൻ വന്നില്ല, മോശമല്ലേ? അതാണ് ഞാൻ കാരണം ഒരു സിൻസിയർ സഹാവാണ്. അതാണ് വയ്യായിൽ എഴുന്നേറ്റ് വരുന്നില്ല. കാരണം പാർട്ടിയിൽ അദ്ദേഹത്തെ മിസ് ചെയ്യോ? പാർട്ടിയിൽ VS അച്യുതാനന്ദനെ പോലെ ഒരു നേതാവിനെ മിസ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും. വൈനോട്ട് തീർച്ചയായിട്ടും. അങ്ങനെ വളരെ ഡെഡിക്കേറ്റഡാണ്. പഴയകാലത്തെ ജന്മിമാരായിട്ടൊക്കെ ഏറ്റുമുട്ടി അതിൽ നിന്ന് പാവപ്പെട്ടവനെ ഒരു മോചനം സൃഷ്ടിച്ച ഒരാളാണ്. അവരുടെ ജീവിതം മുഴുവൻ ചെലവഴിച്ച ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ. ഈ സാധാരണക്കാരനായിട്ട് ഇടിയിച്ചേർന്ന ഒരാളാണ്. ഒരു യാതൊരുവിധ അഴിമതിയൊന്നും പുള്ളി നടത്തിയിട്ടില്ല. ആൾക്കാർ രാഷ്ട്രീയപരമായിട്ട് അറ്റാക്ക് ചെയ്തിലും വ്യക്തിപരമായിട്ട് അവരുടെ ഉള്ളിലുണ്ട് സഹാവിന്റെ പെർഫെക്റ്റ്നെസ്. VS-ന്റെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? VS-ന്റെ ഓർമ്മയുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ VS-ന് വേണ്ടിയെങ്കിലും വിളിക്കാൻ പോയത്. ഞാൻ VS-ന്റെ അടുത്തുള്ള ആളാണ് നാട്ടില്. ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്ന് വന്നതാണോ? വന്നല്ല, ഇവിടെ താമസിക്കുന്നത് ഇപ്പം. അപ്പം അങ്ങനെ ആലപ്പുഴ പുള്ളിപ്പറവൂര്, ഞാൻ കളറുകൂടെ അടുത്തടുത്ത്.
ചെറുപ്പം മുതലേ ഉള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടമൊക്കെ കണ്ടു വളർന്നതാണ്. ഞാൻ പറഞ്ഞു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ അമ്പലപ്പുഴയിൽ പുള്ളി ഇലക്ഷന് നിൽക്കുമ്പോൾ പ്രസ്ഥാനം വളർത്തിയെടുത്ത ഇദ്ദേഹമാണ്. ഏറ്റവും KSKT എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ആള് അദ്ദേഹമാണ്. അവിടെ ഈ പ്രസ്ഥാനം വളർത്തിയെടുത്ത ഇദ്ദേഹം തന്നെയാണ് യഥാർത്ഥത്തിൽ. ഞങ്ങളുടെ ആലപ്പുഴ കുട്ടനാട് ഭാഗത്ത് നമ്മളൊക്കെ കുട്ടനാട്ടിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. AP മനീഫ, ഞാനറിയാത്ത നേതാക്കന്മാർ പാർട്ടിയില്ല. എല്ലാ കക്ഷികളിലുള്ള ആൾക്കാരാണ്. ഞാൻ എയർപോർട്ടിലായതുകൊണ്ട് എല്ലാവരുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളായി. കുട്ടനാടെന്ന് പറയുന്നത് നമുക്കറിയാം, കുട്ടനാട്ടിലെ VSന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. കർഷക സംഘടനകളെ അത്രത്തോളം ശക്തമായിട്ട് വളർത്തിയെടുത്ത നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ കർഷകർക്ക് ഒരിക്കലും VSനെ മറക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മറക്കാൻ കഴിയില്ല. കർഷകർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വലിയ മെച്ചം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ VSന്റെ ഇടപെടൽ കൊണ്ടാണ്, VS ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ VSന്റെ കുട്ടനാട്ടിലെ നാട്ടുകാരാണ് ഇപ്പോൾ പോയത്. അദ്ദേഹത്തെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയതാണ്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകളാണ് ദർബാർ ഹാളിലേക്ക് VSനെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്.